ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 4 12ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. ആസ്തിതോധമഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യത്തെ ഈയത്തെ ഭവദുപാശ്രയസ്തദാ വേധസഃ പദമഥഃ പുരൈവ വാ. ക്രമമുക്തിയിൽ ധ്രുവലോകത്തു നിന്ന് വീണ്ടും യാത്ര ചെയ്യുമ്പോൾ ഈ യോഗിയുടെ സൂക്ഷ്മ ശരീരത്തിന് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ആസ്തിതോധ മഹരാലയേ യഥാ ശേഷവക്ത്ര ദഹനോഷ്മണാർദ്യതേ. ആസ്തിതഃ എത്തിയിട്ട്, അധ പിന്നീട്, മഹരാലയെ മഹർലോകത്തിൽ പിന്നീട് മഹർലോകത്തിൽ എത്തിയിട്ട്, യഥാ എപ്പോഴാണോ, ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ശേഷവക്ത്രം ആദിശേഷൻ എന്ന നാഗത്തിൻ്റെ വായിൽ നിന്നും ദഹനോഷ്മണ, ദഹനം എന്നാൽ തീയ്, ദഹനോഷ്മണ തീയിൻ്റെ ചൂടുകൊണ്ട്, അഗ്നിയുടെ ചൂടുകൊണ്ട്, അർദ്യതേ പീഡിപ്പിക്കപ്പെടുന്നു. ഈ സൂക്ഷ്മ ശരീരം ധ്രുവലോകത്തിൽ നിന്ന് പിന്നീട് മഹർലോകത്ത് എത്തുമ്പോൾ എപ്പോഴാണോ ആദിശേഷൻ എന്ന നാഗത്തിൻ്റെ വായിൽ നിന്നും വമിക്കുന്ന അഗ്നിയുടെ ചൂടുകൊണ്ട് പീഡിക്കപ്പെടുന്നത്, സഹിക്കാൻ വയ്യാതെ ആകുന്നത്, ഈയത്തെ ഭവദുപാശ്രയസ്തദാ വേധസ പദമത പുരൈവവ. ഈയതേ എത്തിച്ചേരുന്നു, ഭവദുപാശ്രയ ഭവദ് അങ്ങ് മഹാവിഷ്ണു ഭഗവാന്റെ ആശ്രയത്തിൽ, ഭവദുപാശ്രയ അങ്ങയുടെ ആശ്രയത്തിൽ, തഥാ അപ്പോൾ, വേധസഹ പദ വേധസഹ ബ്രഹ്മാവിൻ്റെ പദം ബ്രഹ്മാവിൻ്റെ ലോകത്തിൽ, ഈയതേ എത്തിച്ചേരുന്നു, അത പുരൈവവ അത അതിൻ്റെ, വാ അല്ലെങ്കിൽ, പുരൈവ മുമ്പു തന്നെ, വാ അല്ലെങ്കിൽ, അത അതിൻ്റെ, പുരയേവ പുരായേവ മുമ്പു തന്നെ. ഒന്നുകിൽ ശേഷനാഗത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന അഗ്നിയുടെ ചൂട് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഭഗവാനെ ആശ്രയിച്ചിട്ട് ബ്രഹ്മലോകത്തിലേക്ക് എത്തിച്ചേരുന്നു. അല്ലെങ്കിൽ ശേഷനാഗത്തിൻ്റെ വായിൽ നിന്നും അഗ്നി പുറപ്പെടുവാനൊന്നും അത് സഹിക്കുവാൻ കാത്തിരിക്കേണ്ട, മഹർലോകത്തിൽ എത്തി കുറച്ചു നാൾ കഴിയുമ്പോൾ തന്നെ ഭഗവാനെ ആശ്രയിച്ചിട്ട് ബ്രഹ്മലോകത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. ഈ മഹർലോകത്തിൽ വേണമെങ്കിൽ ഈ ആത്മാവിന് 1 കൽപ്പത്തോളം കഴിഞ്ഞുകൂടാം. 1 കൽപ്പം എന്നാൽ 1000 വർഷം, ബ്രഹ്മാവിൻ്റെ 1 ദിവസം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസവും കഴിയുമ്പോൾ, ഓരോ കൽപ്പവും കഴിയുമ്പോൾ കൽപ്പാന്ത പ്രളയം ഉണ്ടാകും. ഈ കൽപ്പാന്ത പ്രളയം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ശേഷനാഗത്തിൻ്റെ വായിൽ നിന്നും അഗ്നി വമിക്കുന്നത്. അപ്പോൾ 1 കൽപ്പം മുഴുവൻ അവിടെ താമസിക്കണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ താമസിക്കാം. അങ്ങനെ താമസിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ശേഷനാഗത്തിൻ്റെ വായിൽ നിന്നും അഗ്നി വമിക്കുമ്പോൾ അത് സഹിക്കാൻ വയ്യാതെ ഭഗവാനെ ആശ്രയിച്ച് ബ്രഹ്മലോകത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. ബ്രഹ്മലോകത്തിലേക്ക് ഈ പ്രളയമോ അഗ്നിയുടെ ചൂടോ ഒന്നും ബാധിക്കുകയില്ല. ഒന്നുകിൽ കൽപ്പാന്തത്തിന് മുമ്പ് തന്നെ ബ്രഹ്മലോകത്തിലേക്ക് എത്തിച്ചേരാം, അല്ലെങ്കിൽ ശേഷനാഗത്തിൻ്റെ വായിൽ നിന്നും അഗ്നി വമിക്കുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട്, ഭഗവാനെ ആശ്രയിച്ചിട്ട് വേഗം തന്നെ ബ്രഹ്മലോകത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആസ്തിതോധമഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവദുപാശ്രയസ്തദാ വേധസഃ പദമതഃ പുരൈവ വാ. 13ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.